കുട്ടി പേടിച്ച് കുരങ്ങനെ കേട്ടിട്ട് അല്ലേ എനിക്കറിയില്ല എന്നെ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് എൻ്റെ ഒക്കെ കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് അതിരപ്പള്ളി പോകാം കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയുണ്ട്, കൈജുമ്മച്ചിയുണ്ട്, പിന്നെ ഞാനുണ്ട്, എൻ്റെ കെട്ടിയോനുണ്ട്, എൻ്റെ 2 പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ അനിയനില്ല, അവനക്ക് ജോലി ഉള്ളതുകൊണ്ട് അവൻ വന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് ഒരു മണിയൊക്കെ സമയത്താണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ടൈമിലാട്ടോ പോകുന്നത്. ആ ടൈമിലൊക്കെ പോയാൽ നട്ടപ്പുറം വെയിലത്തോടെ പോയിട്ട് യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞിട്ട് 1 മണിക്കാട്ടോ നമ്മൾ പോകണത്. പിന്നെ നമ്മൾ അധികം സ്പീഡിലൊന്നും അല്ല പോകുന്നത്, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഓൺ വോയിസിൽ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറിൽ പാട്ടുള്ളത് കൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് വന്നായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ പബ്ലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അൺലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം കൊടുങ്ങല്ലൂർ എത്തിയിട്ട് ഭയങ്കര സ്ലോ തന്നെയാണ് നമ്മൾ പോകുന്നത്. ആൾക്ക് ആക്സിഡൻറ്റ് ആയത് നമ്മൾ ഭയങ്കര വലിയ സ്ട്രെയിൻ കൊടുത്തിട്ടൊന്നും ഡ്രൈവ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം പോയി പെട്രോളൊക്കെ കഴിച്ചു. അവിടെ വരെ എത്തണമെങ്കിൽ പെട്രോൾ വേണമല്ലോ. അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ചു. പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഓൺ വോയിസിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സഹിക്കണം കേട്ടോ. പിന്നെ അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി കുറച്ച് ചിപ്സും പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും കടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തൂത്തുവാരിയിട്ടേ പോരുള്ളൂ. നീയോ ഇന്നുന്റെ കല്ലട എൻ്റെ ഇതിലുണ്ട്. നിന്റെ പോലത്തെ കുഞ്ഞു കുരങ്ങനെയും കാണാൻ പറ്റും, താത്താളെ പോലത്തെ വലിയ കുരങ്ങനെയും കാണാൻ പറ്റും. എല്ലാരും ഉണ്ടോ? ഇവിടെ പോവില്ലാന്നു. അപ്പൊ നീ വണ്ടിന്ന് ഇറങ്ങണില്ലേ? ഞങ്ങ പോക്കോട്ടെ എന്നാ വെള്ളത്തിൽ കളിക്കാൻ? ഞങ്ങ പോക്കോട്ടെ വെള്ളത്തിൽ കളിക്കാൻ? കല്ലുമ്മ അതെന്താ അടിക്കൂല. ഞങ്ങവോ ആരെ കുറങ്ങനാ? നിങ്ങളുടെ പോലത്തെ 2 കുഞ്ഞാടുകൾ കഴിഞ്ഞടോ. എത്താനായോ ഒന്ന്? ഇനിയുണ്ടോ? ആ 2 സ്ഥലത്ത് ഇങ്ങനെ അകലെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണുന്ന ആ സ്ഥലം കഴിഞ്ഞ എല്ലാവരും സ്റ്റാറ്റസിലും സ്റ്റോറിയിലൊക്കെ കാണാൻ ഇറക്കും. ഇല്ല, എത്തിയിട്ടില്ല. അതെ, ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ നിർത്തി. ഈ കവറിന്റെ ഉള്ളിൽ കിട്ടിട്ട് ഒരു മിനിറ്റ് അവരൊന്നും ഇടാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനി നമ്മളെവിടെ പോണേന്ന് എവിടെ കാണുന്നതിനോട് കത്തിച്ച് നോക്കിയ അതിരപ്പള്ളിക്ക്. അതെ, അവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിരപ്പള്ളിക്ക് താനായിട്ടുണ്ട് കേട്ടോ. മങ്കിനെ കാണാൻ ദേ ഒരു മങ്കിയാണ് ഇരിക്കുന്നത്. ദേ കാറിലെ നടുവില്. ഇനി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണ്ടേ? അതിരപ്പള്ളി അതല്ല, എത്താനായിട്ടുണ്ട്. എവിടക്ക്? നമ്മളെത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു പറ.
എടോ കണ്ണട കണ്ടുപിടിച്ചാണ്. ആദ്യം വണ്ടി പാർക്കാനുള്ള സ്ഥലം കിട്ടുമോ നോക്കിട്ട് എന്നിട്ടല്ലേ നിന്റെ കണ്ണട. എവിടെ സ്ഥലം? ആ കുഞ്ഞു സ്ഥലത്ത് നിന്റെ വണ്ടി കയറുമോ? കൊരങ്ങന്മാരിരിക്കുന്ന സ്ഥലം പാപ്പിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നന്നു കണ്ടുപിടിച്ചു കൊടുക്കും അല്ലേ നന്നു? ആ ഇന്നു വേഗം കണ്ടുപിടിച്ചു കൊടുക്കും രണ്ടാക്കും. ഇനിയും കൊറേ ദൂരം നടക്കണോ? ആ കണ്ണട വെച്ചിട്ട് നടക്ക്. വെള്ളച്ചാട്ടം കാണണ്ടേ? കാണിക്ക്. ഹായ് ഹായ്. എവിടെ എത്തി? അതിറപ്പള്ളി. അതിറപ്പള്ളിയിൽ എന്തിനു വന്നാണ്? ആ ആ വണ്ടിക്ക് അത് നോക്കണം കൊരങ്ങനുണ്ടാവും. അങ്ങനെ നമ്മൾ എത്തി അല്ലേ നന്നോ? അങ്ങനെ നമ്മള് അതിരപ്പള്ളിയിലെത്തി. കൊറേ കടകളൊക്കെ ഉണ്ടല്ലേ. നന്ന അതിരപ്പള്ളി വന്നിട്ടില്ലല്ലോ മുന്നേ? ആദ്യമായിട്ട് വരണല്ലേ? മുന്നേ നമ്മളെവിടൊക്കെ പോയിട്ടുണ്ട്? അതിരപ്പള്ളിയിലെ നന്നു ആദ്യമായിട്ടാണല്ലേ? ഇഷ്ടായ ഇവിടൊക്കെ കണ്ടിട്ട്? ബ്ലൂ കണ്ണട. നന്നുട്ടിയുടെ കണ്ണട മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നുട്ടിക്ക് കണ്ണട വേണോന്നിട്ട് പറയണത്. ആ മേടിച്ചേരാം. എന്തുട്ടാണെന്ന്? ക്ലോക്ക് റൂം. കുട്ടി പേടിച്ച് കുരങ്ങനെ കേട്ടിട്ട് അല്ലേ? എനിക്കറിയില്ല. എന്നെ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കണേ. ഭയങ്കര പേടിയുണ്ടോ? ഉഫ്, നടക്കാൻ പറ്റണില്ല ഇന്ന് നിന്നെ എടുത്തിട്ട്. കാലെടുക്കണ്ട. കൊല്ലം മുള്ളും നിറഞ്ഞ വഴി. എന്റെ ഫോൺ എപ്പോഴാണ് അവ കൊരങ്ങൻ തട്ടിക്കൊണ്ടുപോകണം? അതുവരെ ഉണ്ടാവും. ഇറങ്ങിയ പോലെ എളുപ്പമല്ലാട്ടോ കയറാനായിട്ട്. നല്ല പാടുണ്ട്. ഒരാളത് നടന്നൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ 3 ആളെ ഇറങ്ങിയുള്ളൂ കേട്ടോ. അവർ 3 ആളും മേലയിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ 3 ആളും മാത്രമേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയുള്ളൂ. വെള്ളച്ചാട്ടം കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വെള്ളച്ചാട്ടത്തിൻ്റെ ഡീറ്റെയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇറങ്ങിയ പോലെ എളുപ്പമല്ല കയറാനായിട്ട്. നല്ല കിതപ്പുണ്ട്. പിന്നെ എപ്പോഴാണ് ഫോൺ കുരങ്ങന്മാർ കൊണ്ടുപോകണേന്ന് പറയാൻ പറ്റില്ല. വെള്ളത്തിൽ കുളിക്കാൻ പോണോ? വെള്ളത്തിൽ കുളിക്കാൻ പോണോ? ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ പോണ് കായ്സ്. ഞങ്ങൾ മാത്രമേ, വേറെ ആരുമില്ല. എല്ലാവരും റെസ്റ്റിൽ കയറി വന്ന റെസ്റ്റിൽ. കൈ ചുമച്ചിട്ട് കയറാൻ പറ്റാത്ത കാരണം കൈ ചുമച്ച് റെസ്റ്റിൽ. അപ്പം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോയാട്ടോ. ഉമ്മച്ചിനായിട്ട് ഇറങ്ങുമെന്നില്ല, ഉറപ്പൊന്നുമില്ല. കാരണം അത്രയും നല്ല തിരക്കുണ്ട്. ഞാൻ പറയണത് എന്തെങ്കിലുമൊക്കെ കേൾക്കണുണ്ടാണോ? ഭയങ്കര സ്ലോവില്ല സൗണ്ട് വരണേട്ടാ. അപ്പം
അപ്പൊ ഇത്രയും തിരക്കിന്റെ ഇടയിൽ എവിടെ പോയി കുളിക്കാനാണ്? കുളിച്ചാൽ നനഞ്ഞ ഞങ്ങളെ കാറി കയറ്റേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും കുളിസീൻ കാണാന്ന് വിചാരിച്ചു. വെള്ളത്തിൽ ഇറങ്ങുന്ന പരിപാടി ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണും. എടി പോണ വൈക്ക് മേടിക്കാന്ന്. എല്ലാരും ചത്ത ശവം പോലെ ഇരിക്കാണ്. പാവച്ച് കയറി വരാനും കൂടെ പറ്റില്ല. ഇറക്കിയിട്ട് നല്ല കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരാളെന്നെ കടിക്കാണ്. ഐസ്ക്രീം ചോദിച്ചു കരയാൻ ആൾക്കാരെ കൊരങ്ങം കൊണ്ടുപോകും. ഒരാൾ ഐസ്ക്രീമിന് പിണങ്ങി അടയ്ക്കുന്നുണ്ടോ? ഐസ്ക്രീം വേണോ നന്നു? പുറത്തുനിന്ന് മേടിച്ചു തരാന്ന്. നടക്കുവാ വാ, എന്റെ ഫോൺ കൊരങ്ങം കൊണ്ടുപോകും. വാ നടക്ക്. ഐസ്ക്രീം പുറത്തുനിന്ന് മേടിച്ചു തരാം. പിണങ്ങല്ലേ പിണങ്ങല്ലേ. ഏത് പിന്നെ ഏത്? ആ അത് ഇത് കണ്ണട മേടിച്ചത് എന്ത്? എങ്ങനെ നമ്മൾ ഇന്നുട്ടിക്ക് വൈലറ്റ് കളറ് കണ്ണട തപ്പിയെടുത്ത് ഇന്നു വൈലറ്റ് അല്ലേ ഇന്നുന്റെ? ആ അത് വാപ്പിനോട് പറയാ. വൈലറ്റ് അല്ലേ നിന്റെ കണ്ണട? നന്നുന്റെ കണ്ണട ഏതാണ്? ബ്ലൂ. ഏ ഇനി പോവാ നമുക്ക്. ഐസ്ക്രീം ഉണ്ടാ? ഇനി ഐസ്ക്രീമും വേണോ? കണ്ണട മാത്രം. അങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാണ്ട് കൊറേ നടന്ന് ഞങ്ങള് എവിടെ പോണു? വേറെ സ്ഥലത്തേക്ക് പോണ അല്ലേ? വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ലല്ലോ നമ്മള്. ആ നന്നു പിണക്കത്തിലാണ്. നന്നു ഐസ്ക്രീം കിട്ടാത്തതിന്റെ പിണക്കത്തില്. വെള്ളത്തിലും ഇറങ്ങിയില്ല, ഒന്നിലും ഇറങ്ങിയില്ല. ഞങ്ങൾ ജസ്റ്റ് അതിരപ്പള്ളി കാണാൻ വന്നേ ഉള്ളൂ. ഒട്ടും വെള്ളമൊന്നുമില്ല. മഴക്കാലല്ലാതെ ചൂടായതുകൊണ്ട് ഭയങ്കര ഒറ്റി വരണ്ട അടക്കിയാണ്. ഇനി ഞങ്ങൾ എവിടേക്ക് പോവും? എവിടേക്കാന്ന് പോണെ? വീട്ടിലേക്കല്ല. അങ്ങനെ ഞങ്ങളുടെ അതിരപ്പള്ളി യാത്ര അവസാനിച്ചു. തുമ്പൂർ വഴിയിലും കയറാൻ പറ്റിയില്ല, ഏഴാറ്റുമുഖവും കാണാൻ പറ്റിയില്ല. എല്ലായിടത്തും ക്ലോസ് ആയി. 5 മണി കഴിഞ്ഞാൽ അവിടെ ഒന്നും കയറ്റൂല. ഗേറ്റിന്റെ വാതിക്കല് പിന്നെ കിടക്കണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോണ്. വീട്ടിലോട്ടല്ല കാനാക്കാനല്ലേ ഇനി കാനാക്കാന കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും. എന്റെ ഫോണിന്റെ കാര്യത്തില് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചാർജും തീരാനായിട്ടുണ്ട്. എന്നാലും അതിരപ്പള്ളി കാരണം വെറുതെ വെള്ളത്തിൽ ഇറങ്ങിയില്ല. വെറുതെ കണ്ടു, വെറുതെ കുറെ നടന്ന് ക്ഷീണിച്ച്. വേറെ ഒന്നും ഉണ്ടായില്ല. അതിരപ്പള്ളി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. പക്ഷെ വെറുതെയാണ്. ചൂടുകാലത്തൊക്കെ പോയാൽ വെറുതെ ഇങ്ങനെ ഒന്നിലും കയറാണ്, ഒന്നിലും പിടിക്കാണ്ട് ഇങ്ങോട്ട് പോരാ. കുറെ ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നുണ്ട്. അത് കുറെ തമിഴന്മാരും കുറെ ഹിന്ദിക്കാരൊക്കെയാണ്. മലയാളികളൊക്കെ കുറവാണ്. ചൂടുകാരനാരും വെള്ളത്തേക്കൊന്നും വരുന്നില്ല. എല്ലാരും വീട്ടിൽ തന്നെയാന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിരപ്പള്ളി കണ്ടു കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് ഇനി പോകാൻ പോണ്. ഇടയിൽ ഖാന കഴിക്കാൻ കയറി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ഇടാം. അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം മാത്രമേ കണ്ടുള്ളൂ. തുമ്പൂർ മൊഴി മേഴാറ്റുമുഖമൊക്കെ ആയ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോൾ തന്നെ 6 മണിയായി. പിന്നെ അങ്ങോട്ട് കയറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീട്ടിലോട്ട് പോകാമെന്നുള്ള തീരുമാനിച്ചു. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉമ്മച്ചി നന്നും ഇന്നും കൈചുമ്മച്ചിയൊക്കെ ഉറങ്ങിപ്പോയിട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിന്നു. ഞാനും കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഒരു രസം ഉണ്ടാവില്ലല്ലോ. അത് കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടോ. 8 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്നൊന്നും കഴിച്ചില്ല. കാരണം നമ്മൾ മൂന്നാറിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ അടിച്ച കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. അങ്ങനെ നമ്മൾ സ്ഥിരം പോകാറുള്ള കൊടുങ്ങല്ലൂർ തൽബേക്കിൽ വന്നിരുന്ന് നമ്മൾ പൊറോട്ടയും നമ്മുടെ ഡ്രാഗൺ ചിക്കനും ചില്ലി ഗോപിയും പിന്നെ ഒരു മാംഗോ ജ്യൂസ് എല്ലാവർക്കും കൂടി ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റായിട്ട് എനിക്ക് അവിടുത്തെ ഡ്രാഗൺ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.